ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 38-ാമത്തെ വചനം വായിക്കുകയാണ്. യോഹന്നാൻ അവനോട്, ഗുരു, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു പറഞ്ഞത്, അവനെ വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ കഴിയുന്നവൻ ആരും ഇല്ല. നമുക്ക് പ്രതികൂലം അല്ലാത്തവൻ നമുക്ക് അനുകൂലം അല്ലോ. യോഹന്നാൻ യേശുവിൻ്റെ ശിഷ്യനാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കൽ ഒരു കാഴ്ച കണ്ടു. തങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത മറ്റൊരാൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുന്നു. ഇത് അവർ നോക്കി നിന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോട് കൂടെ ചേരണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ആ ആവശ്യം അവർ നിരാകരിച്ചപ്പോൾ യോഹന്നാൻ അവരെ വിലക്കി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ വിരോധിച്ചു. ആ സംഭവം യോഹന്നാൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. കർത്താവേ, ഒരാൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. ഞങ്ങൾ അയാളോട് നമ്മോട് കൂടെ ചേരുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ അംഗീകരിക്കാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അയാളെ വിലക്കി. യേശു പറഞ്ഞ മറുപടി നമുക്കെല്ലാവർക്കും ബാധകമാണ്. യേശു പറഞ്ഞു, അവനെ വിലക്കരുത്, വിരോധിക്കരുത്. എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറയുവാൻ ആർക്കും കഴിയുന്നതല്ല. നമുക്ക് പ്രതികൂലം അല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. തങ്ങളോടൊപ്പം കൂടാത്തവരെ വിലക്കുക, അവരുമായിട്ട് സഹകരിക്കാതിരിക്കുക, അവരെ വിരോധിക്കുക, അവരുടെ പ്രവൃത്തികളെല്ലാം മോശമാണെന്നും തങ്ങളുടേത് മാത്രമാണ് നല്ലതെന്നും ഉള്ള മനോഭാവം വെച്ച് പുലർത്തുക. ഇത് വളരെ അപകടകരമായ ഒന്നാണ്. ഇതിന് സംഘടനാ സ്പിരിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾക്ക് ഇത് ഒത്തിരി കൂടുതലാണ്. തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയല്ലാതെ മറ്റാരും മറ്റൊന്നും ശരിയല്ല. ഞങ്ങളുടെ ഉപദേശമാണ് ഏറ്റവും നല്ലത്. ഞങ്ങളാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ. മറ്റുള്ളവരെല്ലാം ഞങ്ങളെക്കാൾ തരം താണവരാണ്. അതുകൊണ്ട് അവരെ വിലക്കണം, അവരെ വിരോധിക്കണം എന്നുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഇത് ഒരിക്കലും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചും ഭൂഷണമല്ല. നമുക്ക് ഹൃദയത്തിന് ഒരുപാട് വിശാലത വേണം. കഷ്ടപ്പെടുന്ന മനുഷ്യർ ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട്. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുവാനുണ്ട്. ഭൂതഗ്രസ്തരായ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ അവർക്ക് ഉദ്ധാരണവും വിടുതലുമുള്ളൂ. പാപത്തിൻ്റെ പടുകയത്തിൽ കിടന്ന് കരകയറുവാൻ പറ്റാതെ കൈകാലുകൾ തടിക്കുന്ന നിരാശപ്പെടുന്ന ഒരു സമൂഹത്തെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മുടെ മനോഭാവമാണോ വ്യത്യാസപ്പെടണം. നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം വർദ്ധിക്കണം. മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. നമ്മുടെ കൂട്ടായ്മയിൽപ്പെടാത്തവരെ, നമ്മുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരെ പലപ്പോഴും സഹിക്കുവാനുള്ള പ്രയാസം പല ആളുകളും പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ്. യോജിച്ച് പ്രവർത്തിപ്പാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ദൈവവചനത്തിന് വിരോധമായി പ്രവർത്തിക്കാത്ത എല്ലാവരുമായിട്ട് ഒരു സഹകരണം, ആത്മീക കൂട്ടായ്മ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് മറന്ന് ആരും ജീവിക്കുവാൻ പാടില്ല. മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരെന്നെണ്ണുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളുകളെ പഠിച്ചു. കൊരിന്ത്യ ലേഖനം താൻ എഴുതിയപ്പോൾ ചിലർ അസൂയയോടുകൂടി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ചിലർ പിണക്കത്തോടുകൂടി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേറെ ചിലരാകട്ടെ നല്ല മനസ്സോടുകൂടി ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട ആത്മഭാരത്തോടുകൂടി ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. താൻ ആശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: ഏതു വിധേയനയാണെങ്കിലും അവർ പ്രസംഗിക്കുന്നത് ക്രിസ്തുവിനെ ആയതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. നാം മാത്രമാണോ യോഗ്യർ? നാം മാത്രമേ ഉള്ളോ കർത്താവ് വിളിച്ചവർ? ബാലിന് മുട്ടുമടക്കാത്ത 7000 പേർ ഏലിയാവിൻ്റെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഏലിയാവ് അത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഒരുവൻ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത് എന്നായിരുന്നു ഏലിയാവിൻ്റെ നിലപാട്. പക്ഷേ ദൈവം ഏലിയാവിനോട് പറഞ്ഞത്, നീ ഒറ്റയ്ക്കല്ല, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേർ അവിടെ ഇവിടങ്ങളിലുണ്ട്. ഇതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് യേശുവിനെ ഉയർത്തുന്ന അനേക പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവരാജ്യം അത് വ്യാപിക്കട്ടെ, കർത്താവിൻ്റെ വേല വളരട്ടെ. ഏതു വിധേനയും അനേക വ്യക്തികൾ കർത്താവിലേക്ക് നയിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേകർ സ്നാനപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാനായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയം വിശാലപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഈ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിപ്പാൻ കൃപ നൽകണം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു